കിങ്ങിണിപ്പുഴയോരം. പുഴക്കരയിൽ ഒട്ടേറെ മരങ്ങളും ചെടികളും പൂക്കളും കായ്കളും ഒക്കെയുണ്ട്. ഇവിടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ തന്നെ കൂടാം. കുഞ്ഞനണ്ണാനും കുടുംബവും തീരുമാനിച്ചു. കുഞ്ഞിക്കമ്പുകളും കരിയിലയും ഒക്കെ ഉപയോഗിച്ച് കുഞ്ഞനണ്ണാനും കുടുംബവും മനോഹരമായ ഒരു കൂടുണ്ടാക്കി. നല്ല ഉറപ്പുള്ള ഒരു കൂട്. പുഴയുടെ കുളിർമ അവർക്ക് ആശ്വാസമേകി. അടുത്തടുത്ത താമസക്കാരായ തങ്കനാമയും വണ്ണാത്തിപ്പുള്ളും നീലിമരം കൊത്തിയും ഒക്കെ അവരുടെ കൂട്ടുകാരായി. അത്തിപ്പഴം കഴിക്കാൻ അതിഥികൾ പലരും വന്നു ചേർന്നു. അങ്ങനെയിരിക്കെ മഴക്കാലം വന്നെത്തി. മേഘങ്ങൾ ഉരുണ്ടുകൂടി. തണുത്ത കാറ്റ് വീശി. തോരാത്ത മഴ. ദിവസങ്ങൾ കഴിയും തോറും മഴയുടെ ശക്തി കൂടി കൂടി വന്നു. പുഴയിൽ വെള്ളം പെരുകി പുഴ കര കവിഞ്ഞു. മരങ്ങൾ കടപുഴകാൻ തുടങ്ങി. ജീവികൾ പലതും പുഴക്കരയിൽ നിന്നും ജീവനും കൊണ്ടോടി. കുഞ്ഞനണ്ണാന് പേടിയായി. ശക്തമായ കാറ്റിൽ അത്തിമര ആടി ഉലഞ്ഞു. കുഞ്ഞനണ്ണാന്റെ കൂട് വെള്ളത്തിലേക്ക്. ഒപ്പം കുഞ്ഞനണ്ണാനും കുടുംബവും. വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും അവൻ കാലിട്ടടിച്ചു. എങ്ങനെയും കുട്ടികളെ രക്ഷിക്കണം. പക്ഷെ കുത്തൊഴുക്ക്. ചിൽ ചിൽ, രക്ഷിക്കണേ രക്ഷിക്കണേ. ശക്തമായ ഒഴുക്കിൽ കുഞ്ഞിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവന് ബോധം നഷ്ടപ്പെട്ടു. കണ്ണ് തുറന്നപ്പോൾ കൂട്ടുകാരെല്ലാവരും അടുത്തുണ്ട്. കുഞ്ഞുങ്ങൾ രണ്ടുപേരും നനഞ്ഞു വിറച്ച് അമ്മയുടെ നെഞ്ചിൽ. തങ്കനാമ എല്ലാവരെയും രക്ഷപ്പെടുത്തിയ കഥ പറഞ്ഞപ്പോൾ കുഞ്ഞ് നന്ദിയോടെ കൈകൂപ്പി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഹായ് കൂട്ടുകാരെ, എന്താണ് നാൽക്കവല എന്ന് നിങ്ങൾക്കറിയാമോ? 4 റോഡുകൾ ചേരുന്ന ഇടത്തിനെ പറയുന്ന പേരാണ് നാൽക്കവല. എന്റെ വീടിനടുത്തുമുണ്ട് ഇങ്ങനെ ഒരു നാൽക്കവല. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എന്നോടൊപ്പം വരൂ. കണ്ടില്ലേ, ഇതാണ് നാൽക്കവല. 4 വശത്തു നിന്നുമുള്ള റോഡുകളിൽ നിന്ന് ഒരുപാട് വാഹനങ്ങൾ വരുന്നത് കണ്ടില്ലേ? ഇത്തരത്തിലുള്ള റോഡുകളിൽ പൊതുവെ നല്ല തിരക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം റോഡുകളിലൂടെ നടക്കുമ്പോൾ കൂട്ടുകാർ വളരെ ശ്രദ്ധിക്കണം. റോഡിന്റെ വലതുവശത്തു കൂടിയാണ് നടക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ? അതുപോലെ തന്നെ റോഡ് മുറിച്ച് കടക്കുന്നതിന് മുണ്ട് ഒരു നിയമം. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ദാ ആ കാണുന്ന വരകൾ കണ്ടില്ലേ? സീബ്രയുടേതുപോലെയുള്ള ഈ വരകളെ സീബ്ര വരകൾ എന്നാണ് പറയുന്നത്. ഇത്തരം സീബ്ര വരകളിലൂടെ മാത്രമേ നമ്മൾ റോഡ് മുറിച്ച് കടക്കാവൂ. ഇനിയും നാൽക്കവലയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയേ. ഒരുപാട് ആരാധനാലയങ്ങളും കടകളും വിദ്യാലയവും എല്ലാം തന്നെയുണ്ട്. ഇങ്ങനെ ഒരുപാട് വാഹനങ്ങളും തിരക്കും ഒക്കെയുള്ള സ്ഥലമാണ് എൻ്റെ വീടിനടുത്തുള്ള നാൽക്കവല. നിങ്ങളുടെ വീടിനടുത്തോ? കൂട്ടുകാരുമായി പങ്കുവയ്ക്കാമോ? ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് അയൽക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ആരാണ് നമ്മുടെ അയൽക്കാർ? നമ്മുടെ വീടിന് ചുറ്റുമുള്ള വീടുകളിൽ താമസിക്കുന്ന, നമ്മോട് സൗഹൃദപരമായി ഇടപഴകുന്ന ആൾക്കാരാണ് നമ്മുടെ അയൽക്കാർ. അപ്പുവിന്റെയും അമ്മുവിന്റെയും അയൽക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതാണ് പീറ്ററിന്റെയും മേരിയുടെയും വീട്. അവിടെയാണെങ്കിലോ അവരുടെ അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി തുടങ്ങിയവരെല്ലാം തന്നെ ഉണ്ട്. അതാ നോക്കൂ, രാഘവൻ ചേട്ടൻ രാവിലെ തന്നെ കൃഷിപ്പണിയിൽ തിരക്കിലാണെന്ന് തോന്നല്ലോ. ഇത് ആമിനത്താത്തയും കുടുംബവും, അപ്പുവിന്റെയും അമ്മുവിന്റെയും മറ്റൊരു അയൽക്കാർ. കണ്ടില്ലേ, ഇത്രയും ആൾക്കാരടങ്ങുന്ന ഒരു വലിയ കുടുംബമാണ് അപ്പുവിന്റെയും അമ്മുവിന്റെയും അയൽക്കാർ. ഹായ് കൂട്ടുകാരെ, ഇതാണ് എൻ്റെ വീട്. നമുക്ക് എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതാണ് എൻ്റെ മുത്തച്ഛൻ, ഇത് മുത്തശ്ശി, ഇതെന്റെ സഹോദരി, ഇതാണ് എൻ്റെ സഹോദരൻ, ഇതെന്റെ അമ്മ, ഇത് എൻ്റെ അച്ഛൻ. നമുക്ക് അറിവ് ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് പാടാനും കളിക്കാനും ഒക്കെ ഒരു കളിപ്പാട്ടായാലോ? നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ
പണ്ട് മുതൽക്കേ കൂട്ടുകാർ ഒത്തുചേർന്ന് കളിക്കുന്ന ഒരു രസികൻ കളിയാണ് തുമ്പിത്തുള്ളൽ. തുമ്പിത്തുള്ളൽ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കൂട്ടുകാരെല്ലാവരും ചേർന്ന് വട്ടത്തിലിരിക്കണം. അതിലൊരാളാണെങ്കിലോ മധ്യത്തിലും ഇരിക്കണം. ഈ കുട്ടിയെ തുമ്പി എന്നാണ് പറയുന്നത്. അതിനുശേഷം ചുറ്റുമുള്ള കൂട്ടുകാരെല്ലാം ചേർന്ന് കൈകൊട്ടി പാട്ടുപാടുന്നു. നടുവിലിരിക്കുന്ന തുമ്പി പാട്ടിനൊത്ത് തുള്ളുന്നു. ഇതാണ് കളി. തുമ്പിതുള്ളൽ കളിക്കുമ്പോൾ കൂടെ പാടേണ്ട പാട്ട് എന്താണെന്ന് നിങ്ങൾക്കും കേൾക്കണ്ടേ? മക്കളും പോയി നടപ്പറ തുമ്പി തുള്ളാൻ. തുമ്പിയിരുമ്പല്ല ചെമ്പല്ല ഓടല്ല തുമ്പിത്തുടൽ മാല പൊന്മാല. തുമ്പിത്തുടൽ മാല പൊന്മാല. രണ്ടാം തുമ്പിയും അവൾ പെറ്റ മക്കളും പോയി നടപ്പറ തുമ്പി തുള്ളാൻ. പൂവ് പോരാഞ്ഞോ പൂക്കില പോരാഞ്ഞോ എന്തേ തുമ്പി തുള്ളാതു, എന്തേ തുമ്പി തുള്ളാതു. മൂന്നാം തുമ്പിയും അവൾ പെറ്റ മക്കളും പോയി നടപ്പറ തുമ്പി തുള്ളാൻ. എന്തെന്റെ തുമ്പി തുള്ളാത്തു, എന്തെന്റെ തുമ്പി തുള്ളാത്തു, എന്തെന്റെ തുമ്പി തുള്ളാത്തു. കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ തുമ്പിതുള്ളൽ പാട്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കൂട്ടുകാരോടൊപ്പം ചേർന്ന് തുമ്പിതുള്ളൽ പാട്ട് പാടി രസിക്കാനും കളിക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറല്ലേ? ഹായ് കൂട്ടുകാരെ, നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില നല്ല ശീലങ്ങളെ പറ്റി നമുക്കിന്ന് പഠിക്കാം. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ ദിവസവും രാവിലെ തന്നെ എഴുന്നേൽക്കുന്നത് ശീലമാക്കുക. എഴുന്നേറ്റ ശേഷം പല്ലു തേക്കുക. അതും രാവിലെ ആഹാരത്തിന് മുൻപും രാത്രി ആഹാരത്തിന് ശേഷവും കൃത്യമായി ചെയ്യുക. പല്ലു തേക്കുമ്പോൾ ടാപ്പ് തുറന്നു വിട്ട് ആവശ്യമില്ലാതെ വെള്ളം പാഴാക്കരുതേ. രാവിലെയും വൈകുന്നേരവും നല്ല വെള്ളത്തിൽ കുളിക്കുക. കുളിക്കുമ്പോഴും വെള്ളം പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? സ്കൂളിൽ പോകും മുൻപ് പോഷക സമൃദ്ധമായ പ്രഭാത ഭക്ഷണം കഴിക്കുക. പ്രഭാത കൃത്യങ്ങൾ എല്ലാം കഴിഞ്ഞ് കൃത്യസമയത്ത് തന്നെ സ്കൂളിൽ പോകുക. സ്കൂളിൽ പോയി പാഠഭാഗങ്ങൾ കൃത്യമായി പഠിക്കുന്നതും കൂട്ടുകാരോടൊത്ത് കളിക്കുന്നതും സ്കൂളിൽ അച്ചടക്കം പാലിക്കുന്നതും എല്ലാം നല്ല ശീലങ്ങളാണ്. അധ്യാപകരെ അനുസരിക്കാൻ മടി കാണിക്കല്ലേ കൂട്ടുകാരെ. പഠനം മാത്രം മതിയോ? അതുകൂടാതെ സ്കൂൾ വിട്ടതിനു ശേഷം കൂട്ടുകാരോടൊത്ത് കളിക്കുന്നതും എല്ലാം തന്നെ ശരീരത്തിനും മനസ്സിനും നല്ലതാണ്. നിങ്ങൾ എത്ര മണിക്കാണ് രാത്രി ഉറങ്ങുന്നത്? എന്നാൽ എല്ലാ ദിവസവും കൃത്യസമയത്ത് ഉറങ്ങുന്നത് ശരീരത്തിന് വളരെ ആവശ്യമാണ്. ഹായ് കൂട്ടുകാരെ, ഇനി നമുക്കൊരു മുത്തശ്ശി കഥയായാലോ? വലിയ ഓട്ടക്കാരനായ ഒരു മുയലും വളരെ പതുക്കെ മാത്രം നടക്കാൻ അറിയാവുന്ന ഒരു ആമയും ഓട്ടപ്പന്തയും വച്ച കഥയാണിത്. വളരെ രസകരമായ ഒരു കഥയാണിത്. നിങ്ങൾക്കും കേൾക്കണ്ടേ? എന്നോടൊപ്പം വരൂ. ഒരിടത്ത് ഒരു ആമയും മുയലും ഉണ്ടായിരുന്നു. ആമയും മുയലും വളരെ നല്ല കൂട്ടുകാരായിരുന്നു. വലിയ ഓട്ടക്കാരനായിരുന്നു മുയൽ. ആമയ്ക്കാണെങ്കിലോ വളരെ പതുക്കെ മാത്രമേ നടക്കാൻ അറിയൂ. അതുകൊണ്ട് തന്നെ തന്റെ കഴിവിനെ കുറിച്ച് മുയലിനൊരൽപ്പം അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. പാവം ആമ ഒച്ചിഴയുന്നത് പോലെ ഇഴയുന്ന അതിനെ മുയൽ എപ്പോഴും കളിയാക്കിയിരുന്നു. തനിക്ക് മുയലിനെ പോലെ ഓടാനും നടക്കാനും കഴിയാത്തതിൽ ആമയ്ക്ക് വലിയ ദുഃഖമുണ്ടായിരുന്നു. ഒരു ദിവസം മുയൽ ആമയോട് പറഞ്ഞു, ചങ്ങാതി, നമുക്കൊരു ഓട്ട മത്സരം നടത്താം. ഓട്ട മത്സരത്തിൽ തോൽക്കുന്ന ആൾ ജയിക്കുന്ന ആളിനെ ചുമലിൽ എടുത്തുകൊണ്ട് നടക്കണം. മത്സരത്തിൽ താൻ ജയിക്കുമെന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് മുയൽ ഇപ്രകാരം പറഞ്ഞത്. ഓട്ടം തുടങ്ങുന്ന സ്ഥലവും അവസാനിപ്പിക്കേണ്ട സ്ഥലവും തീരുമാനിച്ചു. ചിന്നനാനയുടെ ചിന്നവിളി കേട്ടതും രണ്ടുപേരും ഒരേ സമയം ഓടാൻ തുടങ്ങി. ഓട്ടമത്സരം കാണാനോ വഴിനീളെ മറ്റു മൃഗങ്ങളെല്ലാം കാത്തുനിന്നു. ഓട്ടത്തിനിടയിൽ മുയൽ ഇങ്ങനെ ചിന്തിച്ചു, ഇഴഞ്ഞു സഞ്ചരിക്കുന്ന ആമ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനിയും ഏറെ സമയമെടുക്കും. ഞാൻ ഇത്ര ധൃതി പിടിച്ച് ഓടേണ്ട ആവശ്യമില്ല. എന്തായാലും വിജയം എനിക്കാണല്ലോ. കുറച്ചുനേരം വഴിയിൽ കിടന്നുറങ്ങി ക്ഷീണമൊക്കെ തീർത്തിട്ട് വീണ്ടും പതുക്കെ ഓടാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുയൽ വഴിയിൽ കണ്ട ഒരു പുൽപ്പൊന്തയിൽ കയറി കിടന്ന് സുഖമായിട്ടങ്ങ് ഉറങ്ങി. ഈ തക്കം നോക്കി ആമ കഴിയുന്നതും വേഗത്തിൽ ഇഴഞ്ഞു. സുഖമായ ഉറക്കത്തിലായിരുന്ന മുയൽ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. ആമ തന്റെ അടുത്തെങ്ങാനും എത്തിയിട്ടുണ്ടോ എന്ന് മുയൽ പരിഹാസത്തോടെ നോക്കി. തന്റെ പിറകിലൊന്നും കാണാനില്ല. മുന്നിലേക്ക് നോക്കിയപ്പോഴോ മുയൽ അന്തം വിട്ടുപോയി. പിന്നെ
കുഞ്ഞു മുയൽ ഒന്നും ചിന്തിച്ചില്ല. തന്റെ സർവ്വശക്തിയും എടുത്ത് അവൻ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. പക്ഷേ എന്ത് ചെയ്യാം, മുയൽ എത്തുന്നതിന് മുമ്പ് തന്നെ അമ്മ ലക്ഷ്യസ്ഥാനത്ത് കഴിഞ്ഞിരുന്നു. ഇത് കണ്ട് മറ്റു മൃഗങ്ങളെല്ലാം ആവേശത്തോടെ കൈയടിച്ചു. മുയലാണെങ്കിലോ ലഭ്യനായി മുഖം താഴ്ത്തിയിരുന്നു. ഒടുവിൽ ആമയുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് മുയൽ ആമയെ സ്വന്തം ചുമലിലേറ്റി വഴിയിലൂടെ നടന്നു. എങ്ങനെയുണ്ടായിരുന്നു ആമയുടെയും മുയലിന്റെയും കഥ? നിങ്ങൾക്ക് ഇഷ്ടമായോ? കൂട്ടുകാരെ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? സ്വന്തം കഴിവിനെ കുറിച്ച് കൂടുതൽ അഹങ്കരിക്കുന്നവർക്ക് ഇത് തന്നെയായിരിക്കും അനുഭവം. ഹായ് കൂട്ടുകാരെ, നമ്മൾ വീടെന്താണെന്നും അയൽക്കാരെ പറ്റിയും നല്ല ശീലങ്ങൾ എന്തൊക്കെയാണെന്നും എല്ലാം പഠിച്ചല്ലോ. ഇനി നമുക്ക് വൃത്തി എന്താണെന്ന് പഠിച്ചാലോ? നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? എന്റെ വീട്ടിൽ ഞങ്ങളുടെ വീടും പരിസരവും വൃത്തിയാക്കാൻ ഞങ്ങൾ എല്ലാവരും പങ്കുചേരാറുണ്ട്. ഇതിനായി എന്റെ വീട്ടിൽ ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എന്നോടൊപ്പം വരൂ. ഇതെന്റെ അമ്മയാണ്. അമ്മ മുറ്റമടിക്കുകയാണ്. ഇതാണ് എന്റെ അച്ഛൻ. അച്ഛൻ വീടിനുള്ളിലെ വലയടിച്ച് വൃത്തിയാക്കുന്ന പണിയിലാണ്. ഇതാണ് എന്റെ ചേച്ചി. ചേച്ചിയാണെങ്കിലോ ശുചിമുറികളെല്ലാം വൃത്തിയാക്കുന്ന തിരക്കിലാണ്. ഇതാണ് എന്റെ ചേട്ടൻ. ചേട്ടൻ തുണി അലക്കുകയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ സഹായത്തിനായി വരുന്ന ചേച്ചിയാണ്. ചേച്ചിയാണെങ്കിലോ തറ തുടയ്ക്കുകയാണ്. ഇതെന്റെ അമ്മയുടെ സഹോദരനാണ്. എനിക്കൊരു പൂന്തോട്ടം ഒരുക്കുന്നതിനായി സ്ഥലമൊരുക്കാൻ സഹായിക്കുകയാണ് അദ്ദേഹം. കണ്ടില്ലേ കൂട്ടുകാരെ, നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുന്നതിൽ നാം ഓരോരുത്തരും പങ്കുചേരണം. നമ്മുടെ ചുറ്റുപാടും നമ്മളെപ്പോലെ തന്നെ വൃത്തിയായി സൂക്ഷിക്കുന്നത് നമ്മുടെ നല്ല ആരോഗ്യത്തിന് ഏറെ അത്യാവശ്യമാണ് കൂട്ടുകാരെ. നമ്മുടെ ക്ലാസ് മുറികളും പരിസരവും സ്കൂളും എല്ലാം വൃത്തിയാക്കുന്നതിൽ നമുക്ക് പങ്കുണ്ട്. ശ്രദ്ധിക്കുമല്ലോ അല്ലേ? ഹായ് കൂട്ടുകാരെ, നമ്മുടെ എല്ലാം വീട്ടിൽ പലതരം മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വളർത്താറുണ്ടെന്ന് കൂട്ടുകാർക്ക് അറിയില്ലേ? എന്റെ വീട്ടിലും ഉണ്ട് അങ്ങനെ കുറേ പക്ഷികളും മൃഗങ്ങളും എല്ലാം. അവരാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എന്നോടൊപ്പം വരൂ. ഇതാണ് പശു, ഇതാണ് ആട്. ഇവരിൽ നിന്നാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പാല് ലഭിക്കുന്നത്. ഞാവു ഞാവു വീരനെ കണ്ടില്ലേ? ഇതാണ് പൂച്ച. നനുത്ത രോമമുള്ള ഇവരാരാണ്? ഇവരാണ് മുയലുകൾ. നോക്കിയേ, വലിയ കൊമ്പുള്ള കുറച്ച് കൂട്ടരെ കണ്ടില്ലേ? അവരാരൊക്കെയാണ്? കാള, എരുമ, പോത്ത്. വീട് കാക്കുന്ന ഈ വിദ്വാൻ ആരാണെന്ന് പറയാമോ? ഇതാണ് പട്ടി. മൃഗങ്ങൾ മാത്രമല്ല, എന്റെ വീട്ടിൽ ഇനിയും കുറെ പക്ഷികളുമുണ്ട്. അവരാരൊക്കെയാണെന്ന് നോക്കാം. അതിരാവിലെ കൊക്കരക്കോ കൂവി ഉണർത്തുന്ന ഇവനെ നിങ്ങൾക്കറിയില്ലേ? ഇവനാണ് പൂവൻകോഴി. മണ്ണിൽ ചിക്കി ചെകയുന്ന ഇവരാണ് പിടക്കോഴികൾ. കുണുങ്ങി കുണുങ്ങി വെള്ളം കുടിക്കാൻ പോകുന്ന ഇവരെ നിങ്ങൾക്കറിയാമല്ലോ. ഇവരാണ് താറാവുകൾ. കുറുകി കരയുന്ന പ്രാവുകളും പച്ച നിറത്തിലുള്ള തത്തമ്മയും മഞ്ഞ കണ്ണെഴുതിയ മൈനയും എല്ലാം എന്റെ വീട്ടിലെ പതിവ് വിരുന്നുകാരാണ്. എന്റെ വീട്ടിൽ ഏതൊക്കെ മൃഗങ്ങളും ഏതൊക്കെ പക്ഷികളും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇനി നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെയും പക്ഷികളുടെയും പേര് പറയാമോ? കൂട്ടുകാരെ, ഇത്തരം മൃഗങ്ങളും പക്ഷികളും എല്ലാം തന്നെ നമുക്ക് പല രീതിയിൽ പ്രയോജനം ചെയ്യുന്നവരാണ്. അവരെ ഒന്നും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല കേട്ടോ. ഹായ് കൂട്ടുകാരെ, നമ്മൾ വൃത്തി എന്താണെന്നും നല്ല ശീലങ്ങൾ എന്തൊക്കെയാണെന്നും എല്ലാം പഠിച്ചല്ലോ. ഇനി നമുക്ക് ആരോഗ്യ പരിപാലനത്തെ പറ്റി പഠിക്കാം. ആരോഗ്യ പരിപാലനത്തിന്റെ ഭാഗമായി എന്റെ വീട്ടിൽ ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. എന്നോടൊപ്പം വരൂ. ഇതെന്റെ അച്ഛനാണ്. വ്യായാമത്തിന്റെ ഭാഗമായി അച്ഛൻ എല്ലാ ദിവസവും കൃത്യമായി നടക്കാനും ഓടാനും ഒക്കെ പോകാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും എന്റെ ചേട്ടനോടും അനിയനോടും അനിയത്തിയോടും ഒപ്പം പുറത്ത് കളിക്കാറുണ്ട്. ഇതാണ് എന്റെ അമ്മ. അമ്മ എല്ലാ ദിവസവും കൃത്യമായി യോഗ ചെയ്യാറുണ്ട്. ഇതെന്റെ ചേട്ടനാണ്. ചേട്ടനാണെങ്കിലോ വ്യായാമത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും സൈക്കിൾ ചവിട്ടാറുണ്ട്. കൊതുകുകളിൽ നിന്നും രക്ഷ നേടുന്നതിനായി എന്റെ അനിയൻ എല്ലാ ദിവസവും കൊതുകുവലയ്ക്കുള്ളിലാണ് ഉറങ്ങുന്നത്. കൊതുകുകൾ മുട്ടയിട്ട് പടരുന്നത് തടയാനായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അമ്മ മണ്ണെണ്ണ ഒഴിക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ആഹാരവും എപ്പോഴും അടച്ചാണ് സൂക്ഷിക്കുന്നത്. ഈച്ചയും മറ്റ് പ്രാണികളും എല്ലാം കയറി വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. കണ്ടില്ലേ കൂട്ടുകാരെ,
നല്ല ആരോഗ്യത്തിന്റെ ഭാഗമായി നമുക്കെല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ ചുറ്റുപാട് വൃത്തിയായി സൂക്ഷിക്കുന്നതും വൃത്തിയുള്ള ആഹാരം കഴിക്കുന്നതും വ്യായാമം ചെയ്യുന്നതും എല്ലാം ഇതിൽ ഉൾപ്പെടും. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളും ശ്രദ്ധിക്കില്ലേ കൂട്ടുകാരെ? എന്തോന്ന് ചന്ദന്ന് എന്തോന്ന് ചന്ദന്ന് ചാന്തെങ്കിൽ മണക്കോലേ ചാന്തെങ്കിൽ മണക്കോലേ മണക്കുന്നത് പൂവല്ലേ, മണക്കുന്നത് പൂവല്ലേ. പൂവെങ്കിൽ കെട്ടൂലേ പൂവെങ്കിൽ കെട്ടൂലേ കെട്ടുന്നത് മൂര്യല്ലേ, കെട്ടുന്നത് മൂര്യല്ലേ. മൂരിങ്കിൽ കുത്തൂലേ മൂരിങ്കിൽ കുത്തൂലേ കുത്തുന്നത് കൊമ്പല്ലേ, കുത്തുന്നത് കൊമ്പല്ലേ. കൊമ്പാണെങ്കിൽ ആടൂലേ ആടുന്നത് പാമ്പല്ലേ പാമ്പാണെങ്കിൽ കൊത്തൂലേ, കൊത്തുന്നത് കോഴിയല്ലേ. ഹായ് കൂട്ടുകാരെ, നമ്മൾ വീടെന്താണെന്നും അയൽക്കാരെ പറ്റിയും കുറെ അക്ഷരങ്ങളും കളിപ്പാട്ടും കഥയും ഒക്കെ പഠിച്ചല്ലോ. ഇനി നമുക്ക് വിദ്യാലയത്തെ പറ്റി പഠിച്ചാലോ? നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും രാവിലെ കൃത്യമായി വിദ്യാലയത്തിൽ പോകാറില്ലേ? പാഠങ്ങൾ പഠിക്കാനും കൂട്ടുകൂടാനും കൂട്ടുകാരോടൊത്ത് കളിക്കാനും അച്ചടക്കം പാലിച്ച് വളരാനും ഒക്കെയുള്ള സ്ഥലമാണ് വിദ്യാലയം. എന്റെ വിദ്യാലയം എന്റെ വീടിനടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നടന്നാണ് പോകാറുള്ളത്. എന്റെ കൂട്ടുകാരിൽ ചിലരോ അവർ സ്കൂൾ ബസ്സിലും വരാറുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വിദ്യാലയത്തിൽ പോകുന്നത്? സ്കൂൾ ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം അച്ചടക്കം പാലിക്കാൻ ശ്രദ്ധിക്കണേ. നിങ്ങൾ എല്ലാ ദിവസവും വിദ്യാലയത്തിൽ മണിയടിക്ക് മുൻപ് എത്തിച്ചേരാറുണ്ടോ? അതിനുശേഷമുള്ള അസംബ്ലിയിലും ഈശ്വര പ്രാർത്ഥനയിലും പ്രകാശമേ നിറയൂ നീ ഞങ്ങൾ പ്രതിജ്ഞയിലും എല്ലാം എല്ലാവരും കൃത്യമായും പങ്കുചേരണം. ക്ലാസ്സിൽ നമ്മൾ അക്ഷരങ്ങളും വാക്കുകളും പാട്ടുകളും കഥയും ഒക്കെ പഠിക്കാറുണ്ടല്ലേ? അധ്യാപകരെ അനുസരിക്കാനും അവർ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കണേ. ഉച്ചഭക്ഷണം നിങ്ങൾ ഒറ്റയ്ക്കാണോ കഴിക്കാറുള്ളത്? അല്ല അല്ലേ? നമ്മുടെ കൂട്ടുകാരോടൊത്ത് പങ്കിട്ട് വേണം ആഹാരം കഴിക്കാൻ. കൂട്ടുകാരിൽ ആരെങ്കിലും ആഹാരം കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്ക് കൂടി പങ്കിടാൻ ശ്രദ്ധിക്കണേ. ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ കൃത്യമായി ചവറ്റുകുട്ടയിൽ നിക്ഷേപിക്കണേ കൂട്ടുകാരെ. ഇനി പഠനം മാത്രം മതിയോ? കളികളും വേണ്ടേ? ഇടവേളകളിൽ കൂട്ടുകാരോടൊത്ത് നമ്മൾ എല്ലാവരും കളിക്കാറില്ലേ? ഇത്തരം കളികൾ നമ്മുടെ വളർച്ചയ്ക്കും കായികക്ഷമതയ്ക്കും എല്ലാം ഏറെ അത്യാവശ്യമാണ്. ഇങ്ങനെ പഠിച്ചു വളരാനും കളിച്ചു രസിക്കാനും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കൂട്ടുകൂടാനും ഒക്കെയുള്ള സ്ഥലമാണ് നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ വിദ്യാലയം. നിങ്ങളുടെ വിദ്യാലയത്തിൽ നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ളത് എന്താണ്? കൂട്ടുകാരോടും ചോദിച്ചു നോക്കണേ. നിങ്ങൾ എല്ലാവരും മഴവില്ല് കണ്ടിട്ടുണ്ടോ? മഴവില്ലിൽ ഏതൊക്കെ നിറങ്ങളാണുള്ളത് നിങ്ങൾക്കറിയാമോ? നമുക്കിന്ന് കുറച്ച് നിറങ്ങൾ പഠിച്ചാലോ? അതിനായിട്ട് നമുക്കൊരു കളി കളിക്കാം. എല്ലാവരും തയ്യാറല്ലേ? ഈ പന്തുകൾ കണ്ടില്ലേ? ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ നിറത്തിലുള്ള പന്തുകൾ തരും. ഓരോരുത്തർക്കും കിട്ടുന്ന പന്ത് ഏത് നിറത്തിലുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറയാം. കളി തുടങ്ങിയാലോ? ഇതേത് നിറമാണ്? ചുവപ്പ്. ഇതോ? ഇതാണ് പച്ച. ഈ പന്തിന്റെ നിറമോ? ഇതാണ് നീല. ഇതേത് നിറമാണ്? മഞ്ഞ. ഇതോ? ഇതാണ് കറുപ്പ്. ഇതോ? ഇതാണ് വെളുപ്പ്. ഇതിന്റെ നിറമോ? ഇതാണ് തവിട്ട്. നമ്മൾ ഒരുപാട് നിറങ്ങൾ പഠിച്ചു അല്ലേ? നമുക്ക് ചുറ്റും ഇനിയും ഒരുപാട് നിറങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് അറിയുവാനും ആ നിറങ്ങളിലുള്ള പല വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതിനും ഒക്കെ ശ്രമിക്കണേ. ഹായ് കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും വ്യായാമം ചെയ്യാറില്ലേ?
ഞാനും ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യുന്ന വ്യായാമങ്ങളിൽ ഒരെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ? എന്നോടൊപ്പം ചെയ്യാമോ? വരൂ. ഹായ് കൂട്ടുകാരെ, എന്താണ് പരിസരം? പരിസരം എന്നാൽ ചുറ്റുപാട് എന്നാണ് അർത്ഥം. ഇതിൽ നമുക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, കെട്ടിടങ്ങൾ, നദികൾ, വൃക്ഷലതാദികൾ, മനുഷ്യർ, മറ്റു ജന്തുജാലങ്ങൾ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നു. നോക്കൂ കൂട്ടുകാരെ, എത്ര മനോഹരവും വൃത്തിയുള്ളതുമാണ് നമ്മുടെ പരിസരം. ഇത്രയും മനോഹരമായ നമ്മുടെ പരിസരം നാം ഓരോരുത്തരും വൃത്തിയായി സൂക്ഷിക്കണം.